ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കുവൈറ്റിലെ മാൻഗഫ് തീപിടുത്ത ദുരന്തത്തിൽ മരിച്ച പ്രിയപ്പെട്ടവരെ കണ്ണീരോടെ ഏറ്റുവാങ്ങി കേരളം. 23 പേരിൽ 12 മലയാളികളുടെ സംസ്കാരം ഇന്ന് തന്നെ നടത്തി. മലിനജല സംസ്കരണ സംവിധാനം ഏർപ്പെടുത്താത്തതുമൂലം പറവൂർ ചന്ത നാറുന്നു. തട്ടുകടവ് പുഴയിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്നതും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തുന്നു. കടലാക്രമണം തടയാൻ മണ്ണുകൊണ്ട് കടൽ ഭിത്തി നിർമ്മിച്ച എടവിലങ്ങ് പഞ്ചായത്ത് അധികൃതരുടെ നടപടി അപഹാസ്യമാണെന്ന് കോൺഗ്രസ്. തീരദേശ ജനതയെ സർക്കാർ വഞ്ചിക്കുകയാണെന്നും കോൺഗ്രസ്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കുവൈറ്റിലെ മാൻഗഫ് തീപിടുത്ത ദുരന്തത്തിൽ മരിച്ച പ്രിയപ്പെട്ടവരെ കണ്ണീരോടെ ഏറ്റുവാങ്ങി കേരളം. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് മൃതദേഹങ്ങൾ പോലീസ് അകമ്പടിയോടെ വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയത്. 23 പേരിൽ 12 മലയാളികളുടെ സംസ്കാരം ഇന്ന് തന്നെ നടത്തി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറ്റു നേതാക്കളും മരിച്ചവരുടെ കുടുംബാംഗങ്ങളും അന്തിമോപചാരം അർപ്പിച്ചു. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് മൃതദേഹങ്ങൾ പോലീസ് അകമ്പടിയോടെ വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയത്. 24 മലയാളികളടക്കം 45 ഇന്ത്യക്കാരുടെ മൃതദേഹവുമായി പുലർച്ചെ കുവൈറ്റിൽ നിന്ന് പറന്നുയർന്ന ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം രാവിലെ 10:28 നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയത്. കസ്റ്റംസ് ക്ലിയറൻസ് അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി 11:45 മൃതദേഹം ഒന്നിച്ച് പുറത്തെത്തിച്ചു. പൊതുദർശനത്തിനായി പ്രത്യേക സ്ഥലം സജ്ജമാക്കിയിരുന്നു. മൃതദേഹം പുറത്തേക്ക് എത്തിച്ചപ്പോൾ ഉറ്റവരുടെ സങ്കടം അണപൊട്ടി. രാവിലെ മുതൽ വിമാനത്താവളത്തിൽ കാത്തുനിന്ന ഉറ്റവരുടെ കണ്ണീരും വിലാപങ്ങളും ആരുടെയും ഹൃദയം തകർക്കുന്നതായിരുന്നു. തമിഴ്നാട്ടുകാരായ 7 പേരുടെയും കർണാടകയിലെ ഒരാളുടെയും മൃതദേഹവും കൊച്ചിയിൽ ഇറക്കി അതാത് സംസ്ഥാനങ്ങൾക്ക് കൈമാറി. തമിഴ്നാടിൻ്റെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയും നെടുമ്പാശ്ശേരിയിൽ എത്തിയിരുന്നു. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കുവൈറ്റിൽ നിന്ന് മൃതദേഹത്തെ അനുഗമിച്ചിരുന്നു. കൊച്ചി വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിസഭാംഗങ്ങൾ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എന്നിവർ മൃതദേഹത്തിൽ ആദരമർപ്പിച്ചു. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും സാന്ത്വനവുമായി ഒഴുകിയെത്തി. ഓരോ മൃതദേഹവും പ്രത്യേകം ആംബുലൻസുകളിൽ പോലീസ് അകമ്പടിയോടെ വീടുകളിലേക്ക് കൊണ്ടുപോയി. 23 പേരിൽ 12 മലയാളികളുടെ സംസ്കാരം ഇന്ന് തന്നെ നടത്തി. മീഡിയ ടൈം, കൊച്ചി. മലിനജല സംസ്കരണ സംവിധാനം ഏർപ്പെടുത്താത്തതുമൂലം പറവൂർ ചന്ത നാറുന്നു. തട്ടുകടവ് പുഴയിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്നതും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പരിശോധന ഉണ്ടായെങ്കിലും ബോർഡ് പറവൂർ നഗരസഭയ്ക്ക് നൽകിയ നിർദ്ദേശങ്ങളിൽ ഒന്നുപോലും നടപ്പാക്കിയിട്ടില്ല. പറവൂർ ചന്തയിൽ അറക്കുന്നതിൻ്റെ അവശിഷ്ടങ്ങളും അവയുടെ രക്തം കലർന്ന മലിനജലവും മീൻ സ്റ്റാളുകളിൽ നിന്നുള്ള മലിനജലവും ചന്തയുടെ സമീപത്തു കൂടി ഒഴുകുന്ന തട്ടുകടവ് പുഴയിലേക്കാണ് ഒഴുക്കിവിടുന്നത്. ചന്തയിലെ വേസ്റ്റുകൾ ഉപയോഗിച്ച് ബയോഗ്യാസ് ഉണ്ടാക്കുന്നതിനായി ചന്തയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ബയോഗ്യാസ് പ്ലാന്റും സെപ്റ്റിക് ടാങ്ക് പോലുള്ള സംവിധാനങ്ങളും മലിനജലം നിറഞ്ഞു കിടക്കുകയാണ്. ഇതിനകത്ത് കൂത്താടികൾ നിറഞ്ഞ് കൊതുകിൻ്റെ ആവാസ കേന്ദ്രമായി. പൈതൃകം പട്ടികയിൽപ്പെടുത്തി മാർക്കറ്റിൽ കല്ല് വിരിച്ച് 1-2 കോൺക്രീറ്റ് സ്റ്റാളുകൾ നിർമ്മിച്ചതല്ലാതെ കുറ്റമറ്റ മലിനീകരണ സംവിധാനം ഒരുക്കാൻ അധികൃതർക്കായിട്ടില്ല. ചന്തയിലെ അറവുശാല, ഇറച്ചി, മീൻ സ്റ്റാളുകൾ ഇവ സംബന്ധിച്ച് 2023 ജൂലൈ 26 മലിനീകരണ നിയന്ത്രണ ബോർഡ് നഗരസഭയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ നിർദ്ദേശങ്ങൾ ഒന്നുപോലും നടപ്പാക്കിയിട്ടില്ല. സ്കൂൾ പ്രവേശനോത്സവ ദിവസം തട്ടുകടവ് പുഴയുടെ ഉപരിതലത്തിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ എത്തി ശ്വാസമെടുക്കുന്നത് ദൃശ്യമായിരുന്നു. പുഴയിലെ വെള്ളം പരിശോധിച്ച മലിനീകരണ നിയന്ത്രണ ബോർഡ് നഗരസഭയ്ക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മീഡിയ ടൈം, പറവൂർ. പഴയ ദേശീയപാതയിലെ പോട്ട ഭാഗത്തെ അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ നടപടി ആരംഭിച്ചു. റോഡിന്റെ 2 വശങ്ങളിലും കയ്യേറ്റങ്ങൾ ഉണ്ടെന്ന് പരാതിയുണ്ടെങ്കിലും ഇടതുവശത്താണ് ഇപ്പോൾ നടപടികൾ തുടങ്ങിയിരിക്കുന്നത്. പഴയ ദേശീയപാതയിലെ ഒരു ഭാഗത്തെ കയ്യേറ്റങ്ങൾ കണ്ടെത്തി മാർക്ക് ചെയ്തു. സെന്റ് ജെയിംസ് ആശുപത്രി മുതൽ പോട്ട പാപ്പള്ളി ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും വ്യാപകമായി സ്വകാര്യ വ്യക്തികൾ സ്ഥലങ്ങൾ കയ്യേറിയതായുള്ള സാൻ മരിയ ജസ്റ്റിസ് ഫോറം ചെയർമാൻ ബാബു ജോസഫ് പുത്തനങ്ങാടി 2019 നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടികൾ തുടങ്ങിയിരിക്കുന്നത്.
പോട്ട ധന്യ ആശുപത്രിക്ക് മുൻവശത്തും ഇടുക്കൂട് പാലത്തിന് സമീപത്തുമെല്ലാം സ്വകാര്യ വ്യക്തികൾ കയ്യേറിയിരിക്കുന്ന കെട്ടിടങ്ങളും മറ്റും മുൻപ് പൊളിച്ചു നീക്കിയിരുന്നു. റോഡിന്റെ 2 വശങ്ങളിലും കയ്യേറ്റങ്ങൾ ഉണ്ടെന്ന് പരാതിയുണ്ടെങ്കിലും ഇടതുവശത്താണ് ഇപ്പോൾ നടപടികൾ തുടങ്ങിയിരിക്കുന്നത്. അതിൽ തന്നെ പല വ്യക്തികളും കോടതിയിൽ സ്റ്റേക്ക് വേണ്ടി കേസ് നൽകിയതിനെ തുടർ നടപടികൾ നീണ്ടുപോകുന്നതായി പരാതിക്കാരൻ പറഞ്ഞു. കോടതി കേസുകൾ തള്ളിയ വ്യക്തികളുടെ സ്ഥലം ജില്ലാ സർവേയർ ഷാനിന്റെ നേതൃത്വത്തിൽ അളന്ന് കയ്യേറ്റങ്ങൾ കണ്ടെത്തി മാർക്ക് ചെയ്തു. റോഡിൽ നിന്ന് ഏകദേശം 2 മീറ്ററിലധികം സ്ഥലങ്ങളാണ് പലയിടത്തും കയ്യേറിയിരിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. അടുത്ത ദിവസം സ്ഥല ഉടമകൾക്ക് നോട്ടീസ് നൽകി കയ്യേറ്റം പൊളിച്ചു നീക്കുവാൻ നടപടി സ്വീകരിക്കുന്നതാണെന്ന് പറയപ്പെടുന്നു. ജില്ലാ സർവേ ഹെഡ് രജനി, ചാലക്കുടി പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥ രത്നവല്ലിയുടെ നേതൃത്വത്തിലാണ് പോട്ട സുന്ദരി കവല മുതൽ പള്ളി വരെയുള്ള പഴയ ദേശീയപാതയിലെ ഒരു ഭാഗത്തെ കയ്യേറ്റങ്ങൾ കണ്ടെത്തി മാർക്ക് ചെയ്തു. പഴയ ദേശീയപാതയിൽ 2 വശവും ടൈൽ വിരിച്ച് നവീകരിക്കുന്നതിനായി ഫണ്ട് അനുവദിച്ചെങ്കിലും റോഡിന്റെ വശങ്ങളിലെ കയ്യേറ്റങ്ങൾക്കെതിരെ നടപടികൾ വൈകിയതോടെ നിർമ്മാണം നിലച്ചിരിക്കുകയാണ്. മീഡിയ ടൈം, ചാലക്കുടി. വർഷങ്ങളായി രൂക്ഷമായ കടൽക്ഷോഭം അനുഭവപ്പെടുന്ന എടവിലങ്ങ് പഞ്ചായത്തിന്റെ തീരപ്രദേശത്ത് കടലാക്രമണം തടയാൻ മണ്ണുകൊണ്ട് കടൽഭിത്തി നിർമ്മിച്ച എടവിലങ്ങ് പഞ്ചായത്ത് അധികൃതരുടെ നടപടി അപഹാസ്യമാണെന്ന് കോൺഗ്രസ്. തീരദേശ ജനതയെ സർക്കാർ വഞ്ചിക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച കടൽഭിത്തിയും ജിയോ ബാഗ് തടയണയും പരാജയപ്പെട്ടിടത്താണ് മണ്ണുകൊണ്ട് കടൽഭിത്തി കെട്ടി അധികൃതർ ജനങ്ങളെ കബളിപ്പിക്കുന്നതെന്ന് എടവിലങ്ങ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു. ഈ ഇനത്തിൽ അനുവദിച്ച 3 ലക്ഷം രൂപ കടലിൽ കായം കലക്കുന്നതിന് തുല്യമാണ്. പ്രദേശത്ത് കഴിഞ്ഞ 40 വർഷം മുൻപ് നിർമ്മിച്ച കടൽഭിത്തി തകർന്ന് നാമാവശേഷമാവുകയും 100 കണക്കിന് വീടുകൾ കടലാക്രമണത്തിൽ തകരുകയും ചെയ്തിട്ടും കടൽഭിത്തി പുനർനിർമ്മിക്കാൻ കഴിയാത്തത് ജനപ്രതിനിധികളുടെയും സർക്കാരിൻ്റെയും വീഴ്ചയാണ്. കരിങ്കല്ല് കിട്ടാത്തത് കൊണ്ടാണ് കടൽഭിത്തി പുനർനിർമ്മിക്കാത്തതെന്ന വാദം ബാലിശമാണ്. ചെല്ലാന മാതൃകയിൽ കോൺക്രീറ്റ് നിർമ്മിത ടെട്രോപാഡുകൾ ഉപയോഗിച്ച് കടലാക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചതാണ്. അത്തരത്തിൽ ഒരു ശ്രമവും നടത്താതെ തീരദേശ ജനതയെ സർക്കാർ വഞ്ചിക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. ടെട്രോപാഡ് ഉപയോഗിച്ച് കടൽഭിത്തി നിർമ്മിച്ച് എടവിലങ്ങ് പഞ്ചായത്തിന്റെ തീരദേശത്തെ കടലാക്രമണത്തിൽ നിന്നും സംരക്ഷിക്കുവാൻ ശാശ്വത നടപടി സ്വീകരിക്കുവാൻ സ്ഥലം MLA തയ്യാറാകണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. മോതിരക്കണ്ണിയിൽ കാട്ടാന നാശനഷ്ടം വരുത്തിയ കർഷകർക്ക് ഉടൻ നഷ്ടപരിഹാരം നൽകണമെന്ന് ചാലക്കുടി MP ബെന്നി ബെഹന്നാൻ. തുടർച്ചയായി ഉണ്ടാകുന്ന ആനശല്യം തടയാൻ വനം വകുപ്പ് നടപടിയെടുക്കാത്തതിനെതിരെ കോൺഗ്രസ് മോതിരക്കണ്ണിയിൽ നടത്തിയ പ്രതിഷേധ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാശനഷ്ടത്തിന്റെ കണക്കെടുക്കാൻ ഉദ്യോഗസ്ഥർ കൃഷിയിടങ്ങളിൽ എത്താതിരുന്നത് വലിയ വീഴ്ചയാണെന്നും ബെന്നി ബെഹന്നാൻ കുറ്റപ്പെടുത്തി. കാട്ടാനക്കൂട്ടം നാശനഷ്ടമുണ്ടാക്കിയ കൃഷിയിടവും MP സന്ദർശിച്ചു. കടം വാങ്ങിയും പലിശക്കെടുത്തും കൃഷി ചെയ്തുണ്ടാക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാത്ത അവസ്ഥയും മലയോര മേഖല മുഴുവൻ വന്യമൃഗങ്ങളുടെ ശല്യവും അധ്വാനിക്കുന്ന മണ്ണിൽ ജീവിക്കാനാവാത്ത ദയനീയ അവസ്ഥയാണെന്നും യോഗം അധ്യക്ഷനായ സനീഷ് കുമാർ ജോസഫ് MLA പറഞ്ഞു. വാച്ചർമാരെയും RRTയെയും ഉപയോഗിച്ച് പ്രദേശത്തെ കാട്ടാന ശല്യത്തെ തടയാൻ നടപടി സ്വീകരിക്കണമെന്ന ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ്, പരിയാരം പഞ്ചായത്ത് അംഗം ഡെന്നി ആന്റണി, DCC മെമ്പർ ഡേവിസ് കരിപ്പായി, PP പോളി, CV ആന്റണി, ജോസ് പടിഞ്ഞാക്കര, ലിൻസൺ നടവരമ്പൻ, റാഫി കല്ലുപാലത്തിൽ, സോനു ജോൺസൺ, അന്തോണീസ് തോട്ടിയാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. അതിരപ്പിള്ളിയിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ ആദിവാസി യുവാവിന് പാമ്പുകടിയേറ്റു. തവളക്കുഴി പാറ ആദിവാസി കോളനിയിലെ പുഷ്പാകരനാണ് കാടിനകത്ത് വെച്ച് പച്ചാണലി എന്ന വിഭാഗത്തിൽപ്പെട്ട പാമ്പിന്റെ കടിയേറ്റത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30 തവളക്കുഴിപ്പാറ കോളനിക്ക് സമീപമുള്ള പാച്ചുപാറയിൽ വെച്ചാണ് സംഭവം. കാടിനകത്തു നിന്നും മരോട്ടിക്കുരു ശേഖരിച്ചു വരുന്നതിനിടയിൽ ഈറ്റയിൽ തൂങ്ങിക്കിടന്നിരുന്ന പാമ്പ് പുഷ്പാകരന്റെ ഇടത്തെ നെറ്റിയിൽ കടിക്കുകയായിരുന്നു. തുടർന്ന് കൂടെ ഉണ്ടായിരുന്ന ആൾ ഇയാളെ കോളനിയിൽ എത്തിക്കുകയും പരമ്പരാഗത പച്ചമരുന്ന് പുരട്ടി വിശ്രമിക്കുകയും ചെയ്തു. വൈകുന്നേരം 5 മണിയോടെ ഇയാളുടെ മുഖത്ത് നീര് വയ്ക്കുകയും അവശനിലയിൽ ആയതോടെ വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ 108 ആംബുലൻസിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. മുരിയാട് AUP സ്കൂളിൽ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് നടത്തി. വളർന്നുവരുന്ന പുതുതലമുറയ്ക്ക് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനവും പ്രക്രിയകളും എളുപ്പത്തിൽ മനസ്സിലാക്കും വിധമായിരുന്നു സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് നടത്തിയത്. 152 വിദ്യാർത്ഥികളായിരുന്നു വിദ്യാലയത്തിൽ വോട്ടർമാരായി ഉണ്ടായിരുന്നത്. വിദ്യാലയത്തിലെ 4 വിദ്യാർത്ഥികൾ സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് മത്സരിച്ചു. രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പുകൾക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിക്കുന്ന പെരുമാറ്റച്ചട്ട മാതൃക
സ്കൂൾ അധികൃതർ വിദ്യാലയ അങ്കണത്തിൽ ഒരുക്കി. മോക്ക് പോളും തിരിച്ചറിയൽ രേഖയും ഇലക്ട്രോണിക് ഉപകരണം വരെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്തി. പ്രിസൈഡിംഗ് ഓഫീസറായി രാമചന്ദ്രൻ മാസ്റ്റർ ചുമതലപ്പെടുത്തി. 152 വിദ്യാർത്ഥികളായിരുന്നു വിദ്യാലയത്തിൽ വോട്ടർമാരായി ഉണ്ടായിരുന്നത്. കള്ളവോട്ട് തടയുന്നതിനായി വിരലുകളിൽ മഷിപ്പുരട്ടലും ബൂത്ത് ഏജന്റുമാരുടെ സാന്നിധ്യവും കുട്ടികൾക്ക് കൗതുകമായി. ഈ വോട്ടിംഗ് ആപ്ലിക്കേഷൻ മുഖേന ലാപ്ടോപ്പാണ് ഇലക്ട്രോണിക് മെഷീനായി ഒരുക്കിയത്. 11 മുതൽ 12 മണിവരെ വോട്ടിംഗ് നടന്നു. ഉച്ചയ്ക്ക് ശേഷം പ്രത്യേകം ചേർന്ന സ്കൂൾ അസംബ്ലിയിൽ മുരിയാട് ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് മെമ്പർ ശ്രീജിത്ത് പട്ടത്ത് ഫലപ്രഖ്യാപനം നടത്തി. 7ാം ക്ലാസ് വിദ്യാർത്ഥി ധനിഷ് കൃഷ്ണ 8 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പ്രത്യേകം ചേർന്ന സ്കൂൾ അസംബ്ലിയിൽ പ്രധാന അധ്യാപിക ചൊല്ലിക്കൊടുത്ത സത്യപ്രതിജ്ഞാ വാചകം ഏറ്റുചൊല്ലി ധനിഷ് കൃഷ്ണ സ്കൂൾ ലീഡറായി സ്ഥാനമേറ്റു. 36 വോട്ടുകൾ നേടിയ ശ്രീബാലയും സത്യപ്രതിജ്ഞ ചൊല്ലി സ്ഥാനമേറ്റു. മീഡിയ ടൈം, കൊടകര. ഇനി നാട്ടിൽ നടന്നത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് ഏറ്റവും വലിയ ബാങ്ക് കൊള്ളയാണെന്ന് ED ഹൈക്കോടതിയിൽ. രാഷ്ട്രീയക്കാരും പോലീസും ബാങ്ക് ജീവനക്കാരും കൈകോർത്ത് നടത്തിയ തട്ടിപ്പാണെന്നും ED പറയുന്നു. അസിസ്റ്റന്റ് ഡയറക്ടർ സുരേന്ദ്ര ജി കാവിദ്കർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകുകയായിരുന്നു. ED പിടിച്ചെടുത്ത രേഖകൾ വിട്ടുകിട്ടാൻ ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജിയിലാണ് വിശദീകരണം. 2012 മുതൽ 2019 വരെ ഒട്ടേറെ പേർക്ക് ബാങ്കിൽ നിന്ന് വായ്പ അനുവദിച്ചിരുന്നു. 51 പേർക്ക് 24.56 കോടി രൂപ നിയമവിരുദ്ധമായി വായ്പ അനുവദിച്ചു. പലിശയടക്കം 48 കോടി രൂപയായി ഇപ്പോഴിത് വർദ്ധിച്ചുവെന്നും ED ഹൈക്കോടതിയിൽ അറിയിച്ചു. മാള ഗ്രാമപഞ്ചായത്ത്, ശുചിത്വ മിഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പഞ്ചായത്തിൽ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് യൂണിഫോമും ട്രോളിയും വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഉപയോഗിച്ചാണ് ട്രോളി നമ്മൾ മേടിച്ചത്. അതേപോലെ തന്നെ പഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് യൂണിഫോമും ഏറെ മാസങ്ങളായി നമ്മളത് ഓർഡർ കൊടുത്ത് വാങ്ങിച്ച് തയ്പ്പിച്ചൊക്കെ ഇവിടെ വെച്ചു. അപ്പം നമുക്ക് പെരുമാറ്റച്ചട്ടം കാരണമാണ് നമുക്കത് കൊടുക്കാനായിട്ട് സാധിക്കാനത്. അതേപോലെ യൂണിഫോമുണ്ട്, തൊപ്പിയുണ്ട്, മഴക്കോട്ടുണ്ട്, എല്ലാം നിങ്ങൾക്ക് തന്നുകൊണ്ട് നിങ്ങളുടെ സുരക്ഷിതത്വമാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഹരിതകർമ്മസേന എന്ന് പറയുന്ന ആ അംഗങ്ങളെ മാള പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലേക്ക് നയിച്ചുകൊണ്ട് പ്ലാസ്റ്റിക് എല്ലാം തരംതിരിച്ചുകൊണ്ടെടുത്ത് നമ്മളുടെ പഞ്ചായത്തിനെ പ്ലാസ്റ്റിക് വിമുക്ത പഞ്ചായത്താക്കി മാറ്റുന്നതിന്റെ 1ാം ഘട്ടം കഴിഞ്ഞ് 2ാം ഘട്ടം കഴിഞ്ഞ് നമ്മൾ 3ാം ഘട്ടത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നബീസത്ത് ജലീൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ സാബു പോൾ, രഘു, ജോർജ് നെല്ലിശ്ശേരി, സിനി ബെന്നി, പ്രീജ സലീം, അമ്പിളി സജീവ്, ഉഷ ബാലൻ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ചാലക്കുടി റോട്ടറി ക്ലബ്ബ് സൗത്ത് പനമ്പിള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ വേസ്റ്റ് ബിൻ വിതരണം ചെയ്തു. സനീഷ് കുമാർ ജോസഫ് MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് MS ദിലീപ് അധ്യക്ഷനായി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KS ഷാജു, ഡോക്ടർ SS ജയകുമാർ, ജോജു പതിയ പറമ്പിൽ, ആൻഡ്രു മേലേടൻ, റിജു സെബാസ്റ്റ്യൻ, ജോയ് ചുള്ളിയാടൻ, MN അഖിലേശ്വരൻ എന്നിവർ സംസാരിച്ചു. ചാലക്കുടിയിൽ കാനയ്ക്ക് മുകളിലെ സ്ലാബ് തകർന്നത് അപകടക്കെണിയായി മാറുന്നു. സുന്ദരി കവല ജംഗ്ഷനിൽ നിന്നും ചാലക്കുടിയിലേക്കുള്ള സർവീസ് റോഡിൽ പോട്ട സിഗ്നൽ ജംഗ്ഷനിലാണ് കാനയ്ക്ക് മുകളിലെ സ്ലാബ് തകർന്നിരിക്കുന്നത്. കാനയ്ക്ക് മുകളിലിട്ടിരിക്കുന്ന സ്ലാബ് പലയിടത്തും തകർന്നു വലിയ ദ്വാരമായിട്ടുണ്ട്. കാൽനട യാത്രക്കാരുടെ കാൽ തെറ്റിയാൽ കാനയിലേക്കായിരിക്കും ചെന്നു പതിക്കുക. ചാലക്കുടി ഭാഗത്തേക്ക് ബസ് കാത്തു നിൽക്കുന്നവർ ഈ കാനയ്ക്ക് സമീപമാണ് നിൽക്കുന്നത്. സ്ലാബുകൾ മാറ്റി സ്ഥാപിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കുവൈറ്റിലെ മാൻഗഫ് തീപിടുത്ത ദുരന്തത്തിൽ മരിച്ച പ്രിയപ്പെട്ടവരെ കണ്ണീരോടെ ഏറ്റുവാങ്ങി കേരളം. 23 പേരിൽ 12 മലയാളികളുടെ സംസ്കാരം ഇന്ന് തന്നെ നടത്തി. മലിനജല സംസ്കരണ സംവിധാനം ഏർപ്പെടുത്താത്തതുമൂലം പറവൂർ ചന്ത നാറുന്നു. തട്ടുകടവ് പുഴയിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്നതും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തുന്നു.
കടലാക്രമണം തടയാൻ മണ്ണുകൊണ്ട് കടൽ ഭിത്തി നിർമ്മിച്ച എടവിലങ്ങ് പഞ്ചായത്ത് അധികൃതരുടെ നടപടി അപഹാസ്യമാണെന്ന് കോൺഗ്രസ്. തീരദേശ ജനതയെ സർക്കാർ വഞ്ചിക്കുകയാണെന്നും കോൺഗ്രസ്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.